എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കൊഴിച്ചിൽ മാറാനും മുടി സമൃദ്ധമായി വളരാനും താരം മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും വീട്ടിൽ തന്നെ ചിലവൊന്നുമില്ലാതെ എണ്ണ കാച്ചുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പ്രശ്നമാണ് അകാല നരയും മുടി കൊഴിച്ചിലും. മുടി കൊഴിച്ചിലിന് കാരണമാവുന്നത് കാലാവസ്ഥ, പോഷകാഹാര കുറവ്, പൈപ്പ് വെള്ളത്തിലുള്ള കുളിയും തൈറോയിഡ് ഉള്ളവർക്കും PCOD ഉള്ളവർക്കും മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. മുടി കൊഴിച്ചിലിന് കാരണമാവുന്നത് എന്താണോ നോക്കി അതിന്റെ പ്രതിവിധി കണ്ടെത്തുക. നല്ല കറുത്ത മുട്ടോളമുള്ള മുടി ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ? കറിവേപ്പിലയാണ് എണ്ണ കാച്ചാൻ മെയിൻ ആയിട്ടും വേണ്ടത്. ഒട്ടും ചെലവില്ലാത്തതും ഒരുപാട് ഗുണമുള്ളതുമായ ഈ എണ്ണ എങ്ങനെയാണ് കാച്ചുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. എണ്ണ കാച്ചാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആയ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ എണ്ണ പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കറിവേപ്പിലയുടെ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി തണ്ടിൽ നിന്നും കറിവേപ്പില ഊരിയെടുക്കാം. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയത് എടുക്കാൻ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് വീട്ടിൽ കറിവേപ്പില ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം വേണം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പില ഞാൻ ഇതാ മുഴുവനായിട്ടും ഊരിയെടുത്തിട്ടുണ്ട്. കറിവേപ്പില അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർക്കുന്നത് മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായി വളരാനും താരം മാറാനും ഉലുവ നല്ലതാണ്. ഉലുവയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല കട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കേടുവരും. അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കറിവേപ്പിലയും ഉലുവയും കരിഞ്ജീരകവും കൂടി നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ കാച്ചിയെടുക്കാം. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ മില്ലിൽ നിന്നും ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാകുമ്പോൾ പാക്കറ്റ് വെളിച്ചെണ്ണ ആയിരിക്കും, അതെടുക്കരുത്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 മില്ലി അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കൂടുതൽ അളവ് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ കറിവേപ്പിലയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചേർത്തിട്ട് വെളിച്ചെണ്ണയായിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുവരെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ആദ്യം ചീനച്ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ അങ്ങോട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രമൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ കറിവേപ്പിലൊക്കെ കരിഞ്ഞു പോകും. ഇതിവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നല്ല പത വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇതാ കളറ് നോക്കും, നല്ലൊരു ഗ്രീൻ കളറായിട്ടുണ്ട്. കറിവേപ്പിലേക്ക് ധാരാളം വൈറ്റമിൻസും മുടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കറിവേപ്പില. മുടി കൊഴിച്ചിൽ മാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനും താരം മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തലയിലെ ചൊറിച്ചിൽ മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ് കറിവേപ്പില. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 5-8 കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീരിറക്കം, ജലദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ഇത് മാക്സിമം ഒരു 10 മിനിറ്റ് മാത്രമേ തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ തിളച്ച് വന്നാൽ നമ്മൾ കറിവേപ്പിലൊക്കെ കരിഞ്ഞു പോകും, അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ പതയൊന്ന് അടങ്ങിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇപ്പം നോക്കൂ, ഈ സമയത്ത് പതയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണ ഇതാ ഇവിടെ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലാക്കിയിട്ടൊന്ന് അരിച്ചൊഴിക്കാം.
ഞാനിതാ ഇവിടെ നേരിയ അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വേറെ അരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചില്ലെങ്കിൽ ചെറിയ തരി പോലെ ഉണ്ടാവും. ഇതിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിതാ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ച് തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കണം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 250 മില്ലി അളവിലാണല്ലോ എണ്ണ കാച്ചിയെടുത്തത്. അതിലേക്ക് ഒരു ക്യാപ്സ്യൂളാണ് വേണ്ടത്. ഇത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എണ്ണ കാച്ചിയതിലൊക്കെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുത്താൽ മുടിക്ക് നല്ലതാണ്. മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ചർമ്മത്തിനും വളരെ നല്ലതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എണ്ണയാണിത്. ഇത് അധികം ചിലവുമില്ല. നമ്മളെല്ലാം വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ കറിവേപ്പിലും ഉലുവയൊക്കെ. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കാച്ചിയ എണ്ണയാണിത്. മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ടും താരം മാറാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. മുടി നല്ല കറുപ്പ് കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമ്മളിത് സാധാരണ തേക്കുന്ന പോലെ തന്നെയാണ് തലയിൽ തേച്ച് കൊടുക്കേണ്ടത്. നമ്മളൊരു കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ആണ് തലയിൽ തേച്ച് കൊടുക്കേണ്ടത്. 5 മിനിറ്റ് എങ്കിലും നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ എണ്ണ കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ കുപ്പിയിലായിരിക്കണം നമ്മളിത് സൂക്ഷിച്ച് വെക്കേണ്ടത്. വെള്ളത്തിന് നനവുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കേടുവരും. അപ്പോൾ ഞാനിതാ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കേടും വരില്ല. കറിവേപ്പില കൊണ്ടുള്ള എണ്ണ കാച്ചുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.